ട്രെൻഡിങ് ക്രീം ബൺ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്താലോ? പ്രിൻസ് വ്ലോഗ് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് ഈ ക്രീം ബൺ. അത് ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്നാണ് മേടിക്കാറ്. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ക്രീം ബൺ തയ്യാറാക്കാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ ആവശ്യമാണ്. അതുപോലെ തന്നെ മിൽക്ക് പൗഡർ. ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ക്രീം ബൺ ഉണ്ടാക്കാൻ പോകുന്നത്. ബണ്ണെടുത്തതാ. അപ്പൊ നമുക്ക് പിന്നെ വേണ്ട മെയിൻ ഐറ്റം ബൺ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്രീം ബൺ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ബണ്ണൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കാം. ഞാനിങ്ങനെ നടുക്കുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ബണ്ണും നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബണ്ണ് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്രീം പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. ആദ്യം അതിനൊരു ബൗള് ആവശ്യമാണ്. ബൗളിലേക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിടാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് മിൽക്ക് പൗഡർ ആണ് ഇടുന്നത്. ഒരു മിൽക്ക് പൗഡർ പാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ നമുക്ക് ബട്ടറിന്റെ ഒരു ചെറിയൊരു ക്യൂബ് ഇടാം. ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടോ. ക്യൂബ് ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, ഒഴിച്ചാൽ മതി. ഇത് ഫുള്ള് മെൽറ്റ് ആയിട്ടിരിക്കണേ. സോ നമ്മളത് ഇതിൽ നിന്ന് ഒരു ഇത്രയൊരു പോർഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. നെക്സ്റ്റ് വൺ നമ്മുടെ മിൽക്ക് മെയ്ഡ്. നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ മിൽക്ക് മെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഓക്കെ, ബീറ്ററാണ് എടുത്തേക്കണത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം തെറിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളിത് കുറച്ചും കൂടെ ഒരു തിക്കസ്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാഭാഗം നമ്മുടെ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ക്രീം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ആ ബണ്ണിലേക്ക് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നമുക്ക് ഓരോ ബണ്ണായിട്ട് എടുത്തിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ബണ്ണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബണ്ണിലേക്ക് ഓരോന്ന് എടുത്തിട്ട് തേച്ച് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് അടച്ചോ. അപ്പൊ നമ്മുടെ ക്രീമൊക്കെ തേച്ച് ക്രീം ബൺ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. ഇത് നോക്കിക്കേ, സൂപ്പർ ടേസ്റ്റ് ആട്ടാ. കണ്ടോ? നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം അല്ലേ? എങ്ങനെയുണ്ട്? കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാട്ടോ ക്രീമൊക്കെ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഞങ്ങൾ ജസ്റ്റ് 4 ബണ്ണിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് ചെയ്തത്. എല്ലാരും വീട്ടില് ഈ ക്രീം ബൺ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും ക്രീം ബൺ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ബൺ ക്രീം ബൺ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി ഇത് ഒരു ട്രെൻഡിങ് ക്രീം ബൺ ആണ്. അപ്പൊ ജസ്റ്റ് നമ്മുടെ ഈ ഒരു നെക്കിയിട്ട് പായി പുറത്തു തന്നെ കാണിക്കാട്ടെ. ഞാൻ എല്ലാത്തിനും കാണാം ക്രീം ഇല്ലാന്ന് തോന്നുന്നു.